ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയ തിരുനാളിൻ്റെ ഈ മാസത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കൂടിയായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ സമയങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. 33 വർഷങ്ങൾക്ക് ശേഷം അന്ന് പുത്രനായ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ദിവസമാണ്. പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം സ്വർഗം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം. 33 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മടിയിൽ നിന്ന് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങിയ വചനം ആകുന്ന ക്രിസ്തു മനുഷ്യനായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ദിവസം. വളരെ ആകാംക്ഷയോടുകൂടി സ്വർഗം മുഴുവൻ കാത്തിരിക്കുകയാണ്. സമയമായി. പുത്രനായ യേശു സ്വർഗത്തിൻ്റെ വാതിൽക്കലെത്തി. പിതാവായ ദൈവം വളരെ സന്തോഷത്തോടു കൂടി പുത്രനെ സ്വീകരിച്ചു. തൻ്റെ വലതുവശത്ത് അവനെ അവിടുന്ന് ഉപവിഷ്ടനാക്കി. തുടർന്ന് അവൻ്റെ തല മുതൽ പിതാവായ ദൈവം ഒഴിയുമ്പോൾ 5 മുറിവുകൾ പിതാവായ ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാ മുറിവുകളും ഉണങ്ങിയെങ്കിലും ഈ 5 മുറിവുകൾ മാത്രം ഇപ്പോഴും തുറന്നിരിക്കുന്നു. പിതാവായ ദൈവം പുത്രനോട് ചോദിച്ചു, മകനെ, ഞാനിത് സുഖപ്പെടുത്തട്ടെ? പുത്രൻ പറഞ്ഞു, വേണ്ട, ഇത് ഞാൻ മനുഷ്യ മക്കളെ സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവാണ്. വീണ്ടും പിതാവായ ദൈവം ചോദിച്ചു, എത്ര നാളായി നീ സ്വർഗത്തിലെ മുന്തിരിവള്ളിയിൽ നിന്ന് കുടിച്ചിട്ട്? നിനക്ക് ദാഹിക്കുന്നില്ലേ? ഇത് പറഞ്ഞ ഉടനെ തന്നെ ഒരു മാലാഖ സ്വർണ്ണക്കാസിയിൽ മുന്തിരിയുടെ ഒരു പാനീയം കൊണ്ടുവന്ന് ആർത്തിയോടെ അവൻ ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ പുത്രൻ പറഞ്ഞു, പിതാവേ, എനിക്കിത് കുടിക്കാൻ കഴിയുന്നില്ല. പിതാവ് ചോദിച്ചു, എന്തു പറ്റി മകനെ? പുത്രൻ പറഞ്ഞു, പിതാവേ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നാം ഒരുമിച്ച് കൂടുന്നതുവരെ മുന്തിരിയുടെ ഒരു ഫലത്തിൽ നിന്നും ഞാൻ കുടിക്കുകയില്ല എന്ന്. വീണ്ടും പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞു, എത്ര നാളായി നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്തൊന്ന് ഉറക്കിയിട്ട്? പുത്രൻ പിതാവിൻ്റെ നെഞ്ചോട് ചേർന്ന് തല ചായ്ച്ച് കിടന്നുറങ്ങുമ്പോൾ താഴെ നിന്നുള്ള സ്വരം കേട്ട് പുത്രൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. പിതാവായ ദൈവം ചോദിച്ചു, എന്തു പറ്റി? പുത്രൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിലെ ഒരു സന്തോഷവും ഒരു സൗഭാഗ്യവും എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. താഴെ മനുഷ്യ മക്കളുടെ നിലവിളി കേട്ട് എൻ്റെ നെഞ്ച് പൊട്ടുകയാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. പിതാവേ, ഞാൻ സ്വർഗത്തിൽ ഇരിക്കുന്ന ആളല്ല, ഞാൻ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. നിറഞ്ഞ കണ്ണുനീർ തുള്ളികൾ പാടുപെട്ടൊതുക്കിക്കൊണ്ട് പിതാവ് വീണ്ടും ആ പുത്രനെ യാത്രയാക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതൊരു ചെറിയ കഥയായിരിക്കാം, എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിലെ സുഖസന്തോഷങ്ങൾ അനുഭവിച്ചറിയുന്നവനല്ല നമ്മുടെ ദൈവം. എന്നും നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽപ്പെട്ടത്. തൻ്റെ സ്നേഹം കാണിക്കുവാൻ വേണ്ടിയാണ് അവൻ ഇരുകരങ്ങളും കുരിശിൽ വിരിച്ചു പിടിച്ചത്. നിന്നെ ഒത്തിരി സ്നേഹിക്കുവാൻ വേണ്ടി മാത്രമാണ് അവൻ്റെ ഹൃദയം തുറന്ന് നിനക്ക് തന്നത്. ആ ദൈവമുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എത്ര വിഷമിച്ച് ചെന്നാലും, നീ എത്ര പാപം ചെയ്ത് അകന്നു പോയാലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ മറന്ന് ഒരിക്കലും ജീവിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഏത് പള്ളിയിൽ ചെന്നാലും ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നിടും. ഏത് അൾത്താരയിൽ ചെന്നാലും ഒരു കെടാവിളക്ക് നമുക്ക് വേണ്ടി കത്തിയിരിക്കും. അത് നമ്മെ നോക്കിയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ സ്മരണയാണ്. കുഞ്ഞിളം പ്രായത്തിൽ കരയുമ്പോൾ നെഞ്ചോട് ചേർക്കാൻ ഒരു അമ്മ നമുക്കുണ്ട്. എന്നാൽ വളരുമ്പോൾ പരിഭ്രമം പറയാനും കരയാനും ദൈവത്തിൻ്റെ ഹൃദയമല്ലാതെ മറ്റാരാണ് നമുക്കുള്ളത്? ആ ഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. എല്ലാവരെയും സ്വീകരിക്കുന്ന ഈ ഹൃദയത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ മുറിവുകളെ തിരുമുറിവുകളാക്കാൻ അവൻ്റെ മുറിവോട് നമ്മുടെ മുറിവുകളും ചേർത്ത് വയ്ക്കാം. അങ്ങനെ മറ്റുള്ളവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.